ദിവസേന ആയിരങ്ങൾ ചികിത്സ തേടുന്ന ഇടം. ഒരു കാലത്ത് ദൂരദിക്കുകളിൽ നിന്ന് ഇവിടെ എത്തി ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അലയുന്ന ആളുകൾ നിത്യ കാഴ്ചയായിരുന്നു. ആയിടെയാണ് കേരളം നടുങ്ങിയ പൂക്കിപ്പറമ്പ് ബസ് അപകടവും കടലുണ്ടി തീവണ്ടി അപകടവും നടക്കുന്നത്. ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞ് മെഡിക്കൽ കോളേജ് മുറ്റത്തെത്തിയപ്പോൾ കയ്യും മെയ്യും മറന്ന് സുമനസ്സുകൾ പ്രവർത്തിച്ചു. സംഘടിതമായ ഒരു സന്നദ്ധ സേവനം അനിവാര്യമാണെന്ന ആശയം ഉയർന്നു. അവിടെ വെച്ച് CH സെന്റർ എന്ന പ്രസ്ഥാനം ആരംഭിച്ചു. അന്നു മുതൽ ഒരു ദിവസം പോലും വിട്ടുപോകാതെ വിശക്കുന്നവന് അന്നം നൽകി വരികയാണ് CH സെന്റർ. ഉപകാരപ്രദമാണ്. അത് എത്ര ആൾക്കാർക്ക് ഇതിപ്പോൾ കൊടുക്കണമെങ്കിൽ നമുക്ക് സാധാരണപ്പെട്ട ഇതിൽ കൊടുക്കാൻ പറ്റില്ല. അവർക്കൊക്കെ നല്ല നല്ല ദൈവാനുഗ്രഹം പറ്റും. ഞങ്ങളൊക്കെ ഇവിടെ മാസങ്ങളായി ഇവിടെ തന്നെയാണ്. വലിയ ഉപകാരമാണ്. പിന്നെ ഞങ്ങൾക്ക് വേറെ മാർഗമില്ലല്ലോ. നല്ല വൃത്തിയുള്ള ഭക്ഷണം, നല്ല ഭക്ഷണം, വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഉപകാരമുള്ളൊരു സംഭവമാണല്ലോ ഭക്ഷണമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഉപകാരമുള്ള. പിന്നെ CH സെൻ്ററിനെയും ക്യാൻസേഴ്സിനെ കുറിച്ച് പിന്നെ പറയാനില്ല. മലബാറിലെ എല്ലാ ജില്ലകളിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള നീലഗിരി ജില്ലയിൽ നിന്ന് പോലും പാവപ്പെട്ട രോഗികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നുണ്ട്. ഈ രോഗികളെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രഥമമായിട്ടുള്ളത് ഭക്ഷണം തന്നെയാണല്ലോ. ഭക്ഷണവും മരുന്നുമാണ് സൗജന്യമായി ആദ്യഘട്ടത്തിൽ നമ്മൾ വിതരണം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ റമദാൻ മാസത്തിലും നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം, ഇഫ്താറിനും അതുപോലെ തന്നെ അത്താഴത്തിനും ഭക്ഷണം ഏകദേശം 2000-ഓളം ആളുകളാണ് ഓരോ ദിവസവും റമദാനിൽ ഇഫ്താർ അത്താഴത്തിന് വേണ്ടി CH സെൻ്ററിൽ എത്തുന്നത്. സ്ഥിരമുള്ള ഭക്ഷണം 500 മുതൽ 700 വരെ ആളുകൾ സ്ഥിരം ഇവിടെ നിന്ന് രാവിലെയും വൈകുന്നേരവും ഭക്ഷണം വാങ്ങി പോകുന്നുണ്ട്. വിശക്കുന്ന വയറിന് അന്നം നൽകുക എന്നതിൽ പരം മറ്റെന്തുണ്ടല്ലേ. അങ്ങനെ ഒരു ദിവസം പോലും ഒരു നേരം പോലും വിട്ടുപോവാതെ CH സെൻ്റർ ഇവിടെ വിശക്കുന്ന വയറിന് വേണ്ടി അന്നം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രയാണം ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. ക്യാമറാമാൻ വിനോദ് മൊറാഴയ്ക്കൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.